ഹലോ നമസ്കാരം, ഞാൻ സജനി സജനീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ നട്ടു വളർത്തിയിരുന്നൊരു വിളയായിരുന്നു. അതൊക്കെ ചെറുചേമ്പ്, അതായത് കണ്ണൻ ചേമ്പ് എന്നറിയപ്പെടും. ഞങ്ങളുടെ നാട്ടുകളിലൊക്കെ കണ്ണൻ ചേമ്പ് അല്ലെങ്കിൽ ചെറുചേമ്പെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരുണ്ട്. അപ്പം ആ കണ്ണൻ ചേമ്പ് എങ്ങനെയാണ് നട്ടു വളർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഗ്രോ ബാഗിലോ ചെറിയ ചാക്കിലോ നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ചെറുചേമ്പൊന്നും പല സ്ഥലങ്ങളിൽ ഇപ്പം നട്ടു വളർത്താറില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നടുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിൽ. ഇപ്പോൾ നോക്കിയാൽ ഇതാണ് നമ്മുടെ ചെറുചേമ്പ്, അതായത് കണ്ണൻ ചേമ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ? ചീമച്ചേമ്പല്ല, കണ്ണൻ ചേമ്പ്. പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ചെറുചേമ്പ് അല്ലെങ്കിൽ കണ്ണൻ ചേമ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നോക്കി, നല്ലതായിട്ടങ്ങ് കായ്ച്ചോളും, ഉണ്ടായിക്കോളും. കണ്ടോ, ഗുരുരാന്ന് പറഞ്ഞ് ഇതുണ്ടായിക്കണം. നോക്കി, ഇത് പഴയ നിന്നതാണേ കണ്ണൻ ചേമ്പ്. അപ്പോഴേ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ കണ്ണൻ ചേമ്പ് അല്ലെങ്കിൽ ചെറു ചേമ്പിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാനായിട്ട് കൃഷി ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് പണ്ട് കാലത്ത് എല്ലാവരുടെയും വീടുകളിൽ കൃഷി ചെയ്ത ഒന്നായിരുന്നു ഈ ചെറു ചേമ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ചെറുതിന് ഒത്തിരി ഒരു ഇത് തടയാണ്. അതിന് ചുറ്റിനും കുറേ വിത്തുകൾ ഉണ്ടായി വരുന്നതാണ് നമ്മുടെ ഈ കണ്ണൻ ചേമ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ചെറിയ ചെറിയ ചേമ്പ്. ഇത് കാലവർഷം തുടങ്ങുമ്പോഴാണ്, അതായത് മെയ് ജൂൺ മാസങ്ങളിലാണ് ഇത് നട്ടു കൊടുക്കേണ്ട സമയമെന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ ഇത് 6 മാസം കൂടെ നമുക്കിത് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ 6 മാസക്കാലം സൂക്ഷിപ്പ് കാലമായിട്ടിത് ഇതിനെ വെക്കാനായിട്ടും സാധിക്കും. ഇതിന് സാധാരണ കുറച്ച് പരിചരണം മാത്രം മതി. നമ്മുടെ ഈ കണ്ണൻ ചേമ്പിന് കുറച്ച് പരിചരണം മാത്രം മതി. കൂടുതൽ ഇതിന് വളമോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കേണ്ടതായിട്ടില്ല. ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതിന് ഒരു മുട്ടിന് ചിലപ്പം 1 കിലോയോളം കിട്ടും. ചിലപ്പം 500 ഗ്രാം അല്ലെങ്കിൽ 250 അങ്ങനെയൊക്കെയാണ് സാധാരണ കിട്ടുന്നത്. ഇത് മഴ നമ്മൾ നട്ടെടുത്ത് തന്നെ ഇത് പറിച്ച് മാറ്റി വെച്ചിരുന്നാൽ മഴ വരുന്ന സമയമാകുമ്പോഴത്തേന് ഇതുപോലെ ഇതിന് മുകുളങ്ങൾ വരും. കണ്ടോ, ഇതുപോലെ ഇത് ചേമ്പ് കിളുത്ത് വരും. ഒത്തിരി ഇത് ഇങ്ങനെ കിളുത്ത് വരുന്നതിനേക്കാളിലും നല്ലത് ഇതുപോലെ മുകുളം വന്ന ചേമ്പ് വേണം നമ്മൾ നടാനായിട്ട് എടുക്കാൻ, വിത്തിന് എടുക്കാൻ. അപ്പം നമുക്ക് ഈ ചേമ്പ്, കണ്ണൻ ചേമ്പ് എങ്ങനെയാണ് നമുക്ക് നട്ടു കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചേമ്പ് നടാനായിട്ട് ഞാനൊരു ചാക്കാണ് എടുത്തിട്ടുള്ളത്. ചാക്കിനകത്ത് നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ചാക്കിലെ, ഗ്രോ ബാഗിലെ, അതുപോലെ തറയിലും നമുക്ക് ഈ കണ്ണൻ ചേമ്പ് നട്ട് വളർത്താവുന്നതാണ്. പണ്ട് കാലത്തെ ആളുകളിൽ മിക്കവരുടെയും വീടുകളിൽ ഈ കണ്ണൻ ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ മിക്കവരുടെയും വീടുകളിൽ ഇങ്ങനെ കണ്ണൻ ചേമ്പ് നടാറില്ല. അതെല്ലാവർക്കും മെനക്കേടായത് കാരണമായിരിക്കാം അത് നടാത്തത്. നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന നമ്മുടെ കണ്ണൻ ചേമ്പിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നട്ടു വളർത്തി നല്ല വിളവ് ലഭിക്കാമെന്നുള്ള ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം നോക്കി, അതിനായി ഞാനിവിടെ നമ്മുടെ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. അതിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. അതായത് നേരത്തെ കരിയിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഇങ്ങോട്ട് നോക്കി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ നേരത്തെ ഒരു അടിവളം കൊടുക്കുക. അത് ഇത്രയും ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാണകപ്പൊടി നമുക്ക് ഈ മണ്ണിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം കേട്ടോ. അപ്പം ഇളക്കമുള്ള മണ്ണിലേക്ക് നല്ല വായുസഞ്ചാരം കടന്ന് നല്ലതായിട്ട് വേരുകൾ പടർന്ന് നല്ലതായിട്ട് വിത്തുകൾ, വളങ്ങളൊന്നും പ്രത്യേകിച്ച് നമുക്ക് ചേർക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നമ്മളിപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മളതുപോലെ നമ്മളിത് ഈ വിത്ത് വന്നിരിക്കുന്ന ഈ മുളയുള്ള അല്ലെങ്കിൽ 2 എണ്ണം നമുക്ക് ഇതുപോലെ ഇത് നമുക്കിങ്ങനെ അടർത്തി നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കുറേ ഉണ്ടല്ലോ, നോക്കി ഇതിങ്ങനെ നമുക്ക് എടുത്ത് നട്ട് കൊടുക്കാമേ. അപ്പം നോക്കിയാൽ നമ്മൾ ഇതിനകത്ത് ഇത് നട്ടു. ഇതിൻ്റെ ഇതാണ് വിത്ത്, നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. വിത്ത് നമുക്കിതുപോലെ മുറിച്ചിട്ട് നട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മുള വന്ന കൊച്ചു ചെറുകിഴങ്ങാണ് ഞാൻ ഇത്രയും നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഞാനൊരു പഴയ ഒരു ഗ്ലൗസ് ഇട്ടേക്കുക. കാരണം എന്ന് വെച്ചാൽ മഴയൊക്കെ അല്ലേ ഇപ്പം. നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി. ഇത് നമുക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് പൊതയിട്ട് കൊടുക്കണം. എന്ത് വേണമെങ്കിലും ഇട്ട് നിങ്ങൾക്ക് കൊടുക്കാം. കരിയിലയോ അതോ പിന്നെ എന്ത് പച്ചിലകൾ വേണമെങ്കിലും നമുക്ക് ഇതിന് പൊതയിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് ഇവിടെ നമ്മൾക്ക് വയ്ക്കുന്ന ചീമക്കൊന്നയുടെ ഇലയാണ്. ഇത് നമുക്കിതിന് മുകളിൽ പൊതയിട്ട് കൊടുക്കാം.
അതായത് മഴയൊക്കെ വരും, പിന്നെ മഴയല്ലേ, മഴയൊക്കെ വന്ന് ഇതിൻ്റെ മണ്ണൊക്കെ തെറിച്ച് പോകാതിരിക്കുകയും ചെയ്യും. ഇത് നല്ലൊരു വളവുമാകും. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിന് പൊതയിട്ട് കൊടുക്കുവാണ്. ഈ പൊതയിട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലൂടെ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇനിയും നമുക്ക് ഇതൊരു 2-3 മാസമൊക്കെ ആകുമ്പം ഒന്നുകൂടെ ഇതുപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മണ്ണ് കൂട്ടിയിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നീട് നമുക്കിതിനെ ഒരു വളപ്രയോഗം ഒന്നും നടത്തേണ്ടതായിട്ട് ആവശ്യം വരത്തില്ല. കാരണം പിന്നെ 6 മാസം ആകുമ്പോൾ നമുക്ക് ഇത് പറിച്ചെടുക്കാവുന്നതാണ്. നല്ല വിളവ് ലഭിക്കും. കാലം എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് കാലത്ത് ഗ്രാമങ്ങളിൽ നട്ട് വളർത്തിയിരുന്ന ഈ കണ്ണൻ ചേമ്പ് അല്ലെങ്കിൽ ചെറു ചേമ്പ് നിങ്ങൾ നട്ട് വളർത്താനായിട്ട് നോക്കണം. നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ പച്ചക്കറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിഴങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.